ഹായ്, എൻ്റെ പേര് പ്രദീപ്. ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു. ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലാണ്. ഞാൻ പ്രൊജക്ട് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് വീടെന്നുള്ളത് ഒരു ആവശ്യമായിട്ട് മാറിയിരുന്നു പണ്ടേ. പക്ഷെ ഞങ്ങൾ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുമായിരുന്നു പിന്നീട് ആകട്ടെ എന്ന്. പക്ഷെ അവസാനം വീട്ടിലെ പാരൻസിൻ്റെയൊക്കെ നിർബന്ധം കൊണ്ട് ഞങ്ങളൊരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ഇത് എൻ്റെ വൈഫ്. എൻ്റെ പേര് ദിവ്യ. ഞാൻ കുവൈറ്റിൽ സീനിയർ അക്കൗണ്ടൻ്റ് ആയിട്ട് ഒരു MNC കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഒരു വീട് വെക്കണം എന്നുള്ള തീരുമാനമായപ്പോൾ ഞങ്ങൾ ആദ്യം നോക്കിയതൊരു ഇതിനെ നല്ല രീതിക്ക് എക്സിക്യൂട്ട് ചെയ്ത് തരാനുള്ളൊരു ടീമിനായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ കുവൈറ്റിലെ ബിസി ലൈഫാണ്. അതിരാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്നതും ഒത്തിരി ട്രാവൽ ചെയ്താണ് വർക്ക് സൈറ്റിലെത്തുന്നത്. പിന്നെ ദിവ്യ ആണെങ്കിലും പിള്ളേരെയൊക്കെ സ്കൂളിൽ അയച്ചിട്ട് ഓഫീസിൽ ചെല്ലുന്നു. അത് കഴിഞ്ഞ് വളരെ ലേറ്റായിട്ടാണ് ആൾ വരുന്നത്. ഞാൻ ഇച്ചിരി നേരത്തെ വരുമെങ്കിലും ഞങ്ങൾക്ക് ഈ വീടിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനില്ലായിരുന്നു. അതിൻ്റെ പ്ലാനിങ്ങും മറ്റു കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട്. അങ്ങനെ ഇതിനെക്കുറിച്ച് ഞങ്ങളൊന്ന് പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് റിവ്യൂസിലൂടെയും അനുവിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുവാൻ. ഫസ്റ്റ് അനു സബിൻ എന്ന് പറഞ്ഞ ആർക്കിടെക്റ്റ്. സ്റ്റുഡിയോ കണക്റ്റാണ് പുള്ളിയുടെ ഓഫീസിൻ്റെ പേര്. അപ്പോൾ അനുവിലേക്ക് എത്തുന്നതിന് മുന്നേ ഞങ്ങൾ 1-2 ആർക്കിടെക്ട്സിനെ കോൺടാക്ട് ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും അത്ര കൺവിൻസിങ് ആയിരുന്നില്ല. പക്ഷെ അനുവിനോട് സംസാരിച്ചപ്പോഴും അനുവിൻ്റെ പ്രോജക്റ്റുകൾ കണ്ടപ്പോഴും പല വീഡിയോസിലൂടെ യൂട്യൂബിൽ പല വീഡിയോസിലൂടെയും കണ്ടപ്പോൾ ഞങ്ങൾക്ക് അനുവിനെ വളരെ കൺവിൻസ്ഡ് ആയിട്ട് തോന്നി. കാരണം ഞങ്ങളുടെ മനസ്സിലുള്ളത് പോലത്തെ ഒരു വീടാണ് അനുവിൻ്റെ പല വീടുകളും. ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റിന് പറ്റിയതായിട്ടുള്ള, പിന്നെ കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഉള്ള അനുവിൻ്റെ പ്രോജക്ട്സ് വളരെ സിമ്പിളാണ് പലതും. അപ്പം അങ്ങനെ അനുവിനെ ഞങ്ങൾ ഫൈനലൈസ് ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഇത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഉള്ള മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ലൈക്ക് സിവിൽ കോൺട്രാക്ടർ, പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് അനുവിൽ നിന്ന് തന്നെ പല ലീഡ്സ് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. അതിൽ അനു വളരെ റെക്കമെൻഡ് ചെയ്തതാണ് ഇറ്റ്ലൈറ്റ്. അപ്പോൾ ഇറ്റ്ലൈറ്റിനോട് നമ്മൾ സംസാരിച്ചപ്പോഴും ഞങ്ങൾ പ്രത്യേകിച്ച് അനുവിന് വേണ്ടി ചെയ്ത അത്രയും വർക്ക് ഞങ്ങൾക്ക് ഇൻറ്റീരിയറിന് വേണ്ടി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ചെയ്യേണ്ടി വന്നില്ല. കാരണം ഇറ്റ്ലൈറ്റിൻ്റെ ഫസ്റ്റ് ഡിസ്കഷൻ തന്നെ നമുക്ക് ഓക്കെ ആയിട്ട് തോന്നിയായിരുന്നു. സോ ഞങ്ങൾ ഇറ്റ്ലൈറ്റിനെ തന്നെ ഫൈനലൈസ് ചെയ്യായിരുന്നു. ഇറ്റ്ലൈറ്റ് അത് നല്ല രീതിക്ക് തന്നെയാണ് ഞങ്ങൾക്ക് വർക്ക് എക്സിക്യൂട്ട് ചെയ്ത് തന്നിട്ടുള്ളത്. ഞങ്ങളുടെ മനസ്സിൽ എന്താണോ കണ്ടിരുന്നത് അത് ഞങ്ങളുടെ മനസ്സിൽ വേറൊന്നും പ്രത്യേകിച്ച് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. നല്ല വെളിച്ചം, ഒത്തിരി വെളിച്ചം. നിങ്ങൾ മേ ബി ഈ വീട് കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഒരുപാട് വിൻഡോസും പിന്നെ എയർ സർക്കുലേഷൻ നല്ലപോലെ ഉണ്ട് ഈ വീട്ടിന്. ലൈക്ക് ഇപ്പോൾ പുറകിൽ നിന്ന് വിൻഡോ ട്രാവൽ ചെയ്യുന്ന ഫ്രണ്ടിലേക്കാണ് ഈ പ്ലോട്ടിൻ്റെ ഇതനുസരിച്ച്. അത് നല്ല രീതിക്ക് പ്രോപ്പറായിട്ട് ഈ വീടിനെ പ്ലേസ് ചെയ്ത് ആ ഒരു കാര്യവും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിറവേറ്റിയിട്ടുണ്ട്. പ്രോപ്പർ പ്ലേസിങ് ഓഫ് ദ വിൻഡോസ് ഇതെല്ലാം നല്ല രീതിക്ക് തന്നെ എക്സിക്യൂട്ട് ചെയ്തു. ഡിസൈൻ ചെയ്തു. അത് എക്സിക്യൂട്ട് ചെയ്തെന്ന മറ്റ് ടീംസ് ഉണ്ട്. എറ്റ്ലൈറ്റും സിവിൽ കോൺട്രാക്ടറും ഒക്കെ നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് ഞങ്ങളൊരു ലെസൺ ലേൺഡ് എന്ന് പറയാനായിട്ടുണ്ടെങ്കിൽ ഫ്രം ദ വെരി ബിഗിനിങ്, അതായത് നമ്മൾ എപ്പോഴാണോ ഇത് പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നത് ആ സ്റ്റേജിൽ തന്നെ ഇതിൻ്റെ സിവിലിൻ്റെ ആളിനെയും പ്രത്യേകിച്ച് ഇൻറ്റീരിയറിൻ്റെ ആൾക്കാരെയും അതുപോലെ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ആൾക്കാരെയും ഒരുപോലെ ഇതിനകത്ത് കൊണ്ടുവരണം. നമ്മൾ വിചാരിക്കും ലാൻഡ്സ്കേപ്പും ഇൻറ്റീരിയറും ഒക്കെ സെക്കൻഡ് സ്റ്റേജ് ഓർ ലാസ്റ്റ് സ്റ്റേജിൽ വന്നാൽ മതി. അല്ല, അപ്പോഴാണ് നമ്മൾ ബോട്ടിലൊക്കെ അല്ലെങ്കിൽ ചെക്ക് മേറ്റ്സ് ആയി മാറുന്ന പല കാര്യങ്ങളും ഉണ്ടാകാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ കിച്ചണിൽ നോക്കിയാൽ തന്നെ ഈ ഒരു വാൾ, ഇത് ഫുൾ വാളായിരുന്നു. ഇത് കട്ട് ചെയ്യേണ്ടി വന്നു. ഇത് ആദ്യമേ തന്നെ ഒരു ഇൻറ്റീരിയർ ടീം ഉണ്ടായിരുന്നെങ്കിൽ അവർ ഒരുപക്ഷെ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ വരാൻ പോകുന്ന 3D ഡിസൈൻസ് ഞങ്ങളെ കാണിച്ചിരുന്നെങ്കിൽ ആദ്യമേ തന്നെ ഈ ഒരു ഫൗൾ ഉണ്ടാകത്തില്ലായിരുന്നു. ഇത് ആക്ച്വലി അനുവിൻ്റെ മിസ്റ്റേക്ക് അല്ല. അനു പറഞ്ഞിരുന്നു രീതി അല്ലാതെ ഞാൻ ഇൻസിസ്റ്റ് ചെയ്തിരുന്നു അനുവിനെ. ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ അനുവിനെ ഈ പ്രോജക്റ്റ് ഇൻസിസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഓർമ്മയിലുള്ളൂ. അനുവിനെ ഇൻസിസ്റ്റ് ചെയ്തിട്ട് ഞാനിത് 2 കിച്ചൺ ആക്കാനായിട്ടായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അനുവിന് അത്ര താല്പര്യമില്ലായിരുന്നു. സ്റ്റിൽ ഞാൻ അത്രയും നിർബന്ധിച്ചതുകൊണ്ട് മാത്രം അനു ഇതിനെ 2 കിച്ചണാക്കി മാറ്റിയിരുന്നു. പിന്നീട് ലേറ്റർ ഓൺ ഞങ്ങൾ ഇതെല്ലാം കൺസ്ട്രക്ഷൻ സ്ട്രക്ചറൊക്കെ ഓൾമോസ്റ്റ് ആയി. ഇൻറ്റീരിയറുകാർ വന്നു. പിന്നീടാണ് അവർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അവർ ചെയ്തപ്പോൾ അവരുടെ 3Dക്കകത്ത് ഞങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി ഇത് ഭയങ്കര കൺജഷനാണ്. മാത്രമല്ല ഈ ഉദ്ദേശിച്ച എയർ പാസേജ് ഇവിടെ നടക്കാൻ പോകുന്നില്ല. അപ്പം ഞാനത് അപ്പം തന്നെ ആ വർക്കുകൾ ഫർദർ വർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട്
ഈ വാൾ മൊത്തം ഡിമോളിഷ് ചെയ്തായിരുന്നു അനുവിൻ്റെ സപ്പോർട്ടോടുകൂടി. പിന്നെ സിവിലിൻ്റെ ആൾ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ ഇത് പൊളിച്ചാൽ മാത്രം പോരാ, ഇതിൻ്റെ സ്ട്രക്ചർ വൈസ് കുറച്ച് വർക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് മേളിൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ഫോർ ഷുവർ വി നീഡ് ഇന്റീരിയറും മെയിൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഒരു പ്രോജക്റ്റ് നടക്കുമ്പോൾ ഇതിനകത്ത് വരുന്ന മെയിൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇപ്പോൾ പെയിന്റേഴ്സിനെ എല്ലാം കൊണ്ടുവരുന്നല്ല ഞാൻ പറയുന്നത്, മെയിൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഇന്റീരിയേഴ്സ്, പിന്നെ പ്രത്യേകിച്ച് എക്സ്റ്റീരിയറിൽ വരുന്ന ലാൻഡ്സ്കേപ്പ്, അവിടെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്കായിട്ടുള്ള ആൾക്കാരെ ആദ്യമേ തന്നെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങളത് പ്രത്യേകം ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് വേറെയാണ് കോൺട്രാക്ട് കൊടുക്കുന്നതെങ്കിൽ അവരെയും ഇതിൽ ആദ്യമേ തന്നെ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോഴാണ് ഓരോ ഇലക്ട്രിക്കൽ പോയിന്റ്സിൻ്റെയും ഒക്കെ പ്ലേസിങ് കറക്റ്റ് ആകത്തുള്ളൂ. ഇല്ലെങ്കിൽ അതും ചില ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവർ വളരെ എപ്പോൾ ഞങ്ങളുടെ ബിസി ഷെഡ്യൂളിൽ ഞങ്ങളെപ്പോൾ അവരെ വിളിച്ചാലും അവരുടെ റെസ്പോൺസ് വളരെ നല്ലതായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് ഈ പ്രോജക്റ്റ് ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് അനു ആണെങ്കിലും വളരെ റെസ്പോൺസീവ് ഇതാണ്. സോ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവർ പെട്ടെന്ന് തന്നെ അത് ഫിക്സ് ചെയ്യുന്നതിന് കാണിക്കുന്ന ആ ഒരു അത് എഫേർട്ട്, അത് റിയലി അപ്രീഷിയേറ്റബിൾ. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ അവരുടെ ആ ഒരു നല്ലൊരു ടീം തന്നെയാണ് അവർ. അപ്പം സോ വി വിൽ ഹൈലി റെക്കമെൻഡ് ബോത്ത് ഓഫ് ദം. And we feel much comfortable, and we had a peace of mind while working with them, and I'm so happy about the work. ദിവ്യ പറഞ്ഞതുപോലെ ഹെഡ്ലൈറ്റിൽ ഒരാൾ മാത്രം ആയിട്ട് പോകുന്നൊരു പ്രസ്ഥാനമല്ല അത്. ഓഫ് കോഴ്സ് ഞാൻ ഹെഡ്ലൈറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്നില്ല, അവരിൽ കണ്ട ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആണ് ഒരു ക്ലയൻറ്റിനോടുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റി. അവർ ആദ്യത്തെ ആളിനെ നമ്മൾ വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ നമുക്ക് മറ്റൊരാളിനെ വിളിക്കാം, അല്ലെങ്കിൽ പേഴ്സൺ 3, പേഴ്സൺ 4, അങ്ങനെ 4-5 കോൺടാക്ട്സ് അവർ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ആരെങ്കിലും ഒരാൾ നമുക്ക് ഫോണിൽ ഉത്തരം തന്നിരിക്കും. എപ്പോഴും നമുക്ക് ആദ്യത്തെ കോളിൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടാറുണ്ട്. ബൈ ചാൻസ് മിസ്സായിട്ടുണ്ടെങ്കിൽ അടുത്ത ആൾ എടുത്തിട്ട് എന്താണെന്നുള്ളത് വേണ്ട നടപടി അവർ ഉടൻ തന്നെ നമുക്ക് റിപ്ലൈ തരും, നമ്മുടെ ഡൗട്ടുകൾ ക്ലിയർ ആക്കും. അല്ലെങ്കിൽ ഈ വിളിക്കേണ്ടി വരുന്ന പ്രത്യേകിച്ച് വരുന്നില്ല, ഇവരുടെ കൂടെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, ഇവരുമായിട്ട് കോൺഫ്ലിക്റ്റ് ആകുന്ന ചില കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് നല്ലൊരു ഉത്തരം തരാറുണ്ട്, അല്ലെങ്കിൽ സൊല്യൂഷൻ നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ നിങ്ങൾ കാണുന്നത് പോലെ വർക്ക് ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ നല്ല രീതിക്ക് അവർ തീർത്ത് തന്നിട്ടുണ്ട്. വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ഓഫ് കോഴ്സ് ഒരു പ്രോജക്റ്റ് നടക്കുമ്പോൾ ചെറിയ പഞ്ചസൊക്കെ ഉണ്ടാവും, പഞ്ച് പോയിന്റ്സ് എല്ലാം അവർ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ അവർ നമുക്ക് വേണ്ടി അറേഞ്ച് തരുന്ന മറ്റ് ആൾക്കാരോടും അവർ നല്ല രീതിക്കുള്ള കോർഡിനേഷനാണ്. അവർ അതിനു വേണ്ടിയിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുണ്ട്. ഇത് ഓഫ് കോഴ്സ് അവർ അപ്രിസിയേഷൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു മൊമെൻറ്റിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ വളരെയധികം സംതൃപ്തരാണ്. ഹെഡ്ലൈറ്റിനും അനു സബിനും ഓൾ ഹിസ് ടീം വളരെ വളരെ നന്ദി. ആൻഡ് താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റ്സ് ഓൾ ഓഫ് യു ടീം. താങ്ക് യു.